Yes. Good evening. How many of you could hear me? Please respond via chat box. Yes, Vaishak raised his hand. And what about others? Yes. Good. Now tell me, how many of you could see me clearly? How many of you could see me clearly? Yes. How many of you could see me clearly? Please respond, my dear students. I request all of you to please use chat box. I request all of you to please use chat box. I request all of you to please use chat box. Use chat box. Use chat box. Yes. So I think all of you are attending today's session with a hope. I think, are you happy? I hope, yes. So don't post unnecessary messages here. Don't post unnecessary messages here. The purpose of this class is to meet some other outcome, right? So I request all of you to please don't deviate things. I request all of you to please don't deviate things. Let us get into the matter. Let us get into the point. Because everybody's time is precious. എല്ലാവരുടെയും സമയം നമുക്ക് വിലപ്പെട്ടതാണ്. Yes. So I think, shall I start? Shall we move? Yes. Yes, Suryajit, hope now you are not facing an issue, right? Suryajit, I am asking you. Now it is okay for you, right? Pakka. Shall we move? Shall we move? Yes. Yeah, Afshin, I have noted your presence. No issue. നാളെ 5 മണിക്ക് +2 കാർക്ക് എൻ്റെ 5 AM ക്ലാസ് ഉണ്ട്. അത് മറക്കരുത്. നാളെ കാലത്ത് പുലർച്ചെ 5 മണിക്ക് ശ്രീജിത്ത് സാറിൻ്റെ മാത്സ് 5 AM ക്ലാസ് ഉണ്ട്. അത് മറക്കരുത്. നമുക്ക് തുടങ്ങിയാലോ? Shall we start? Yes. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, ഐശ്വര്യ ഉണ്ട്. ഓക്കെ ഐശ്വര്യ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്, സഫാന താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ശരിക്കും എന്തിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എനിക്കറിയില്ല, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന്. ഇന്നത്തെ ടോപ്പിക്ക് എങ്ങനെ എന്തും എളുപ്പത്തിൽ പഠിക്കാമെന്നാണ്. എങ്ങനെ എന്തും എളുപ്പത്തിൽ പഠിക്കാമെന്നാണ്. അല്ലേ? ആണോ അല്ലയോ? യെസ്. ഓക്കെ, നൗ മൈ ക്വസ്റ്റ്യൻ. നമുക്ക് മറ്റുള്ള ഭയങ്കര പഠിപ്പിസ്റ്റുകളെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ പോലെ നമുക്ക് ഇത്തിരി സ്പീഡ് കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നാനുള്ള കാരണം എന്ത്? വാട്ട് ഈസ് ദ റീസൺ? ക്യാൻ എനിവൺ ടെൽ മീ വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് മേക്ക് യു തിങ്ക് ദാറ്റ് യു ആർ ഇൻഫീരിയർ ദാൻ അതേഴ്സ്? നമുക്ക് പഠിക്കാൻ പറ്റില്ല, നമുക്ക് ഒത്തിരി സമയം വേണം,
ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിലേ നമുക്ക് പഠിച്ച് മുന്നേറാൻ പറ്റുള്ളൂ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കാനുള്ള മെയിൻ റീസൺ വാട്ട് ഈസ് ദാറ്റ്? ഇൻ മൈ ഒപ്പീനിയൻ, ലെറ്റ് മീ ടെൽ യു ദാറ്റ് റീസൺ. പൊന്നുമക്കളെ, എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ റീസണേ ഉള്ളൂ അതിന്. എനിക്ക് പഠിക്കുന്നതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, ഫോക്കസ് കിട്ടുന്നില്ല, ഞാൻ ഫോക്കസ് ഔട്ട് ആവണു, എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഈ സംഭവങ്ങളൊന്നും തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? യെസ്. സൂര്യജിത്ത്, ഓക്കെ, ഗ്രേറ്റ് ഗോയിങ്. Agree, sir. Okay, thank you, Drishya. Okay. Now let us move. പൊന്നു മക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം, ഇന്നല്ല, ഇതൊരു കണ്ടിന്യൂസ് സെഷനാണ്. ഇത് നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷണൽ സെഷനാണ്. ഞാൻ KBSലെ എൻ്റെ മക്കൾക്ക്, എൻ്റെ സ്റ്റുഡൻസിന് ഒരു അപ്ലിഫ്റ്റ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ടോപ്പിക്കിൽ, ഈ സെഷൻ ഇവിടെ നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. പൊന്നുമക്കൾ മനസ്സിലാക്കണം, ഈ സെഷൻ നിങ്ങൾക്ക് തീർച്ചയായും ഒരു മാറ്റം ഉണ്ടാക്കും. പക്ഷെ സാധാരണ സെഷൻ പോലെയല്ല. ഒരു ബുക്കും പെന്നും കയ്യിലുണ്ടെങ്കിൽ നല്ലത്. എത്ര പേര് ബുക്കും പെന്നും എടുത്ത് റെഡി ആയിരിക്കുന്നു? ഹൗ മെനി ഓഫ് യു ആർ റെഡി വിത്ത് യുവർ ബുക്ക് ആൻഡ് പെൻ? പ്ലീസ് ടെൽ മീ. യെസ്, സൂര്യജിത്ത് പറയുന്നുണ്ട്. യെസ്. കാരണം ഇവിടുന്ന് അങ്ങോട്ടുള്ള സാറുടെ സെഷൻസ് നിങ്ങൾ പുസ്തകമില്ലാതെ വരരുത്. ഇത് സാധാരണ മോട്ടിവേഷൻ ക്ലാസ് അല്ല. ഓൾ ദീസ് ആർ ട്രാൻസ്ഫോർമേഷണൽ സെഷൻ. ശ്രീഹരി പറയുന്നുണ്ട്, വെരി ഗുഡ് ശ്രീഹരി. All these are transformational sessions. Let me tell all of you, my dear students, this is a transformational session. This is not a motivation session. ഇത് കുറച്ച് പെയിൻ എടുക്കും, കുറച്ച് വേദനിക്കും. ഓക്കെ, യെസ്. ഇപ്പം നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങുന്നുണ്ട്. അഭിമന്യു, ഓക്കെ, റൈറ്റ്, ഐ കുഡ് സീ യു. യെസ്. I request all my participants to please use chat box for our relevant discussions. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചാറ്റ് ബോക്സ് നമ്മുടെ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് മാത്രം പോസ്റ്റ് ചെയ്താൽ വളരെ രസമായിരിക്കും. കാരണം എൻ്റെ മുന്നിൽ വലിയ സ്ക്രീനാണ്, അതിൽ നിങ്ങളുടെ കമൻറ്റ് വലുതായിട്ട് കാണും എനിക്ക്. ഇപ്പോൾ വിവേകൻ ഇട്ട പോലെ, യെസ് എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ സ്റ്റുഡിയോ സെറ്റപ്പ് ആയതുകൊണ്ട് രണ്ട് വലിയ സ്ക്രീനാണ്, അതിലിങ്ങനെ ഭയങ്കര വലുതായിട്ട് എക്സാഗ്രേറ്റഡ് ആയിട്ടാണ്. ഇതപ്പോൾ ഗുരുദേവൻ ഇട്ട ഓക്കെ സാർ ഇത്രയുണ്ട് എനിക്ക് കാണാം. ഓക്കെ, യെസ്, നോ ഇഷ്യൂ. ഇതിൽ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തതിന് കാരണം നിങ്ങൾക്കാർക്കും ഈ മെസ്സേജസ് കാണുന്നുണ്ടാവില്ല. ഐ ഹോപ്പ് സോ, റൈറ്റ്? നിങ്ങൾക്കാർക്കും മറ്റ് പാർട്ടിസിപ്പൻസ് ഇടുന്ന മെസ്സേജ് കാണുന്നുണ്ടോ? നോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാത്തത്. യെസ്, ഞാൻ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കിയപ്പോൾ നിങ്ങൾ എനിക്കിട്ട് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ വരരുത്, നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ സംഭവിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് സാർ എന്ത് ചെയ്തത്, ഈ സംഭവം ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല, എനിക്ക് നന്നായിട്ട് കാണാം നിങ്ങൾ ഇടുന്നതെല്ലാം. അതുകൊണ്ട് ദയവേത് ഇനിയുള്ള കുറച്ച് സമയം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പ്ലീസ്, ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു പ്ലീസ് സപ്പോർട്ട്. യെസ്, ഹിയർ വി ഗോ. പൊതുവെ കണ്ടിരിക്കുന്നത് പഠിക്കണമെന്നും നന്നാവണമെന്നും ഒരുവിധം. ഓക്കെ, അല്ല, ഞാൻ വിവേകനെ പറഞ്ഞതല്ല, വിവേകനെ കുറ്റം പറഞ്ഞല്ല. വിവേകൻ ഇട്ട മെസ്സേജ് എനിക്ക് കണ്ടു എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താണ്. വിവേകൻ അല്ലാണ്ട് ഇടയിൽ കയറി ടോപ്പിക് ഇല്ലാത്ത മെസ്സേജ് ഇട്ടു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, യെസ്, ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. യെസ്. അപ്പോൾ പൊന്നു മക്കളെ, ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഒട്ടുമിക്ക സ്റ്റുഡൻസിനും, പ്രത്യേകിച്ച് നമ്മുടെ കേരള സ്റ്റുഡൻസിന് എല്ലാവർക്കും പഠിക്കണം, നന്നാവണം, പാരൻസിനെ ഹാപ്പി ആക്കണം എന്നുള്ള ആഗ്രഹം നമ്മളെല്ലാവർക്കും ഉണ്ട്. ദാറ്റ് ഐ നോ വെരി വെൽ. പക്ഷെ സാഹചര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അക്കാഡമിക് ഇയർ മുന്നോട്ട് പോയി ഒരു പ്രത്യേക സാഹചര്യം, പ്രത്യേകിച്ച് ഇപ്പോഴത്തേക്ക് സാഹചര്യം, ഹാഫ് ഇയർലി എക്സാം, സെക്കൻഡ് മിഡ് ടേം അടുത്തായി, ബോർഡ് എക്സാം അടുത്തായി. ഞങ്ങളെ കൊണ്ട് ഇനി ഇതെല്ലാം കൂട്ടിയാൽ കൂടുമോ? ഇത്രയും പോർഷൻസ് എല്ലാം ഒരു സാധാരണ മനുഷ്യനായിട്ട് ഞാൻ ഇത്രയും ഉഴപ്പിയ എന്നെ കൊണ്ട് ഇനി എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് പലരുടെയും പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സേ യെസ് ഓർ നോ. പലരുടെയും പ്രശ്നം അതാണ്. സാർ, ഇനി എന്നെ കൊണ്ട് ഇതെല്ലാം സാധിക്കുമോ? സാർ, ഇനി ഇതെല്ലാം എന്നെ കൊണ്ട് സാധിക്കുമോ? എന്നെ കൊണ്ട് സാധിക്കുമോ സാർ? ഇത്രയും എന്നെ കൊണ്ട് ഈസ് ഇറ്റ് പോസിബിൾ ഫോർ മീ? ഇനി അഥവാ സാറ് സാധിക്കും എന്ന് പറയുകയാണെങ്കിൽ, സാറ് പറയുകയാണ് നിങ്ങളെ കൊണ്ട് സാധിക്കുമടാ മക്കളെ എന്ന് പറയുകയാണെങ്കിൽ,
അതിന് എന്താണ് ഫർഹാൻ പറയുന്നത് വൈനോട്ട് എന്നൊക്കെ, ഇതിനുള്ളത് ഞാൻ പിന്നീട് തരാം. ഓക്കെ, കുഴപ്പമില്ല, നിന്നോട് സാധിക്കുന്നുണ്ടെങ്കിൽ ഗുഡ് ഫർഹാൻ. അഥവാ സാധിക്കുമെങ്കിൽ അത് എങ്ങനെ എന്നുള്ളതാണ് സാറ് നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു സെഷനല്ല, ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആണ്. ഈ സീരീസ് കംപ്ലീറ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് വരാവുന്ന ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾക്ക് വരാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ വളരെ കാതലായിട്ട് നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സെഷൻ്റെ പ്രത്യേകത. സോ ഹിയർ വി ഗോ. നമ്മൾ ഇപ്പോൾ +1 +2 റിപ്പീറ്റർ ബാച്ച് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം അവർക്ക് മാക്സിമം ഒരു ഫുൾ ചാപ്റ്ററൊക്കെയാണ് ഒരു ശരാശരി കുട്ടിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. യെസ് ഓർ നോ? നേരെ മറിച്ച് ഹൈസ്കൂൾ കുട്ടികളാണെങ്കിൽ 2 or 3 ചാപ്റ്റേഴ്സ് അവർക്ക് ഒരു ദിവസം, അതായത് മിനിമം ഒരു 2 ചാപ്റ്ററൊക്കെ അവർക്ക് ഈസി ആയിട്ട് പഠിക്കാൻ സാധിക്കും. കാരണം +1 +2 കോണ്ടന്റ് വളരെ വലുതാണ്, വളരെ വലുതാണ്. 10ാം ക്ലാസ്സിലെ 5 ചാപ്റ്റേഴ്സാണ് +1 +2 ഒരു ചാപ്റ്റർ. അതുകൊണ്ടാണ് സാറ് പറഞ്ഞത്. ആണല്ലോ? യെസ് യെസ് യെസ്, ഓഫ് കോഴ്സ്. ഗുഡ് ഗുഡ്. ഇനി സാർക്ക് പറയാനുള്ളത് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് കേൾക്കുക. ഒരു 7 സ്റ്റെപ്പ് പ്രോസസ്. I am going to explain you a 7-step process. I am going to explain you a 7-step process. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെല്ലാം അറിയാം. എന്നിരുന്നാലും ഒരു 7 സ്റ്റെപ്പ് പ്രോസസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. റെഡി? 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 യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് ഐ അപ്രീഷിയേറ്റ് ഐ അപ്രീഷിയേറ്റ്. ഗുഡ് ഗുഡ് ഗുഡ്. യെസ്, ഹിയർ വി ഗോ. ഒന്നാമത്തെ സംഭവം collecting resources. Step 1 is collecting resources. For example, ഒരു കുട്ടി, ഒരു +1 +2 കുട്ടി, ഞാൻ പറഞ്ഞു +1 +2കാർ ഒരു ചാപ്റ്റർ, ഹൈസ്കൂളുകാർ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ 2 or 3 ചാപ്റ്റേഴ്സാണ് ഒരു ദിവസം അവർ മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ ഒരു +1 +2 കുട്ടിയെ സംബന്ധിച്ച് എന്താണോ പഠിക്കാൻ തീരുമാനിക്കുന്നത്, ആ പഠിക്കാൻ പോകുന്ന സാധനത്തിന് വേണ്ട റിസോഴ്സസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതിന് നമ്മൾ സ്പെസിഫിക് ആയിട്ട് സമയം കണ്ടേ മതിയാവുള്ളൂ. സി, ഫോർ കളക്ടിങ് റിസോഴ്സസ് യു ക്യാൻ ടേക്ക് 1 to 1.5 hours ആസ് പെർ മൈ സ്ട്രാറ്റജി. നിങ്ങൾക്ക് പഠിക്കാനുള്ള റിസോഴ്സസ് കളക്ട് ചെയ്യാൻ യു ക്യാൻ യൂട്ടിലൈസ് 1 to 1.5 hours. എഗ്രീഡ്? സമ്മതിച്ചു? ഇതുവരെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ചിലവർക്ക് പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുക്ക് എടുത്ത് വായിച്ച് മൈൻഡിൽ കയറ്റിൽ മാത്രമാണ് പഠിക്കണ പ്രോസസ്സ്. റിസോഴ്സസ്, ഏത് ചാപ്റ്റർ ഞാൻ പഠിക്കാൻ തീരുമാനിക്കുന്നുവോ ആ ചാപ്റ്റർ പഠിക്കാൻ എന്തെല്ലാം റിസോഴ്സുകൾ, ടെക്സ്റ്റ് ബുക്ക്, നോട്ട്, ഗൈഡ്, ആ ഗൈഡ്, ഈ ഗൈഡ്, ടീച്ചർ തന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ്, PYQs, എല്ലാം, ആപ്പിലെ ക്ലാസ്സുകൾ എല്ലാം, കളക്ടിങ് റിസോഴ്സസ്. യു ക്യാൻ ടേക്ക് 1 to 1.5 hours for collecting resources. Prerequisite. മനസ്സിലായവർ പ്ലീസ് പുട്ട് എ തംസ് അപ്പ്. സാർ ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായി. സ്റ്റെപ്പ് 1 ക്ലിയർ സാർ? ഇതുവരെ സാർ ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് റിസോഴ്സ് കളക്ട് ചെയ്യാനൊന്നും സമയം ചെലവ്, അതാണ് മനുഷ്യൻ്റെ അവസ്ഥ, അത് അത്യാഗ്രഹിയ മനുഷ്യൻ. റിസോഴ്സ് കളക്ട് ചെയ്യാനുള്ള സമയമൊന്നും, പിന്നെ സമയം തൊട്ട വീട്ടിലത്തെ ആളുടെ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. റിസോഴ്സ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ പഠിത്തത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ. യെസ്, ഗുഡ് 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 ഗുഡ്. സെക്കൻഡ് സ്റ്റെപ്പ്, ഞാൻ കളക്ട് ചെയ്ത സാധനം പഠിക്കാൻ എന്തെല്ലാം മെമ്മറി ടെക്നിക്സ് ഉപയോഗിക്കാം, എന്തെല്ലാം മെമ്മറി ടെക്നിക്സ്, സ്ട്രാറ്റജി എനിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ യു ക്യാൻ ടേക്ക് 30 minutes to 1 hour. ഒരു ധാരണ ഉണ്ടാകണം, എന്തൊക്കെ ഉപയോഗിക്കാം, ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ട് തോന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടെക്നിക്കും അറിയില്ല. പക്ഷെ ടുഡേ ഐ ആം ഗോയിങ് ടു റിവീൽ യു 2 or 3 ടെക്നിക്സ്. അങ്ങനെ ഒരു 10 ടെക്നിക്ക് നമ്മൾ പഠിക്കും. 10 ഇല്ലെങ്കിലും 7 ടെക്നിക്കെങ്കിലും പഠിക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ ചാപ്റ്ററിനും, ഞാൻ പണ്ട് പോമോഡോറോ പറഞ്ഞിട്ട് ഇപ്പോൾ പറയാം, ഞാൻ 7 or 8 ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 or 3 ടെക്നിക്സ് പറഞ്ഞു തരും. അതിൽ ഏത് ടെക്നിക്കാണ് ഇന്ന് ഞാൻ സെലക്ട് ചെയ്ത ഈ സബ്ജക്റ്റിൽ
ഇന്ന് ഞാൻ സെലക്ട് ചെയ്ത ചാപ്റ്റർ പഠിക്കാൻ ഞാൻ അതിൽ ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്യും എന്നുള്ളത് തീരുമാനിക്കാനും സ്ട്രക്ചർ ചെയ്യാനും ഒരു 30 minutes to 1 hour. How many of you agree with me? Please put a thumbs up. Yes. ഇന്നത്തെ ഈ ക്ലാസ് മിസ്സാക്കിയവനൊക്കെ അവൻ്റെ ലൈഫിൽ നല്ലൊരു സാധനം കളഞ്ഞു, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇന്ന് ആരെല്ലാം ഇന്ന് ക്ലാസ് മിസ് ചെയ്തോ അവരൊക്കെ ലൈഫിൽ നല്ലൊരു സാധനം മിസ് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ. യെസ് ഗുഡ്. മെമ്മറി ടെക്നിക്സ് സാർ ഡിസ്കസ് ചെയ്യും ലേറ്റർ ഓൺ. ആദ്യം ആ 7 step പ്രൊസീജർ. മൂന്നാമത്തെ ഓർഗനൈസ് ദാറ്റ് വർക്ക്. ഓർഗനൈസ് എന്ന് വെച്ചാൽ ഇപ്പൊ പല എക്സസൈസ്, ഇപ്പൊ മാത്തമാറ്റിക്സിൽ ഇതിന് ഓർഗനൈസിങ്ങിനും നിങ്ങൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ചിലവാക്കിയാൽ മതി. കാരണം ഓൾറെഡി നമ്മൾ ടെക്നിക്കെല്ലാം മനസ്സിൽ കണ്ടല്ലോ. ഒരു അരമണിക്കൂറോ ഒക്കെ മതി ഓർഗനൈസ് ചെയ്യാൻ. ശരിക്ക് ഒരു അരമണിക്കൂറൊക്കെ ധാരാളം. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മാത്തമാറ്റിക്സിൽ ഒരു ചാപ്റ്റർ എടുക്കുമ്പോൾ ഇന്ന എക്സസൈസ് ഭയങ്കര ഈസിയാണ്, അതുകൊണ്ട് അത് ആദ്യം ഞാൻ ചെയ്യാം. അപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കുറച്ച് ബൂസ്റ്റ് ആവും. ലാസ്റ്റ് എക്സസൈസ് ഫസ്റ്റ് ചെയ്യാം, ഇടയിലുള്ള എക്സസൈസ് ഫസ്റ്റ് ചെയ്യാം. ഒരു കറക്റ്റ് സ്ക്രിപ്റ്റ്, ഒരു ഡയറക്ടർ സിനിമ ഉണ്ടാക്കണ പോലെ, ഒരു ഡയറക്ടർ സിനിമ സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണത് പോലെ നമുക്ക് അമിക്കബിൾ ആയിട്ട്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒരു ചാപ്റ്ററിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റണം. അതിന് യു ക്യാൻ ടേക്ക് നിയർലി 30 minutes. ആർ യു റെഡി? യെസ് ഗുഡ്. നാലാമത്തെ ഡെലിഗേറ്റ് അക്കൗണ്ടബിലിറ്റി. പ്രത്യേകിച്ച് KBS അക്കാഡമിയിൽ പഠിക്കുന്ന ഓരോ കുട്ടികളും ബേസിക്കലി ഒരുവിധം ഒരു സ്റ്റാൻഡേർഡും ക്വാളിറ്റി ഉള്ള കുട്ടികളാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അറിയോ ഇല്ല അത് നിങ്ങൾക്കും അറിയാം. നിങ്ങളൊക്കെ നമുക്ക് കമ്പാരിറ്റീവ്ലി വെൻ കമ്പയർഡ് ടു നമ്മൾ മൊത്തത്തിൽ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വരുന്ന പിള്ളേർ കുറച്ചുകൂടി, എല്ലാ പിള്ളേരും മലയാളികൾ സൂപ്പറാണ്, അതിൽ നമ്മുടെ പിള്ളേർ കുറച്ചുകൂടി അടിപൊളിയാണ്. അപ്പോൾ എന്തിനാ സാറി അടിപൊളി എന്ന് പറഞ്ഞെന്നറിയാം? നമ്മുടെ പിള്ളേർക്ക് ആർക്കും നമ്മൾ കരഞ്ഞാലും എൻ്റെ വീട്ടുകാർ കരയരുത് എന്ന് ആഗ്രഹമുള്ള ആളുകളാണ്. സാറേ ഞാൻ വിഷമിച്ചാലും എൻ്റെ അച്ഛനും അമ്മയും, എൻ്റെ വാപ്പയും ഉമ്മയും, എൻ്റെ പപ്പയും അമ്മയും കരയരുത് സാർ, അവർ വിഷമിക്കരുത് സാർ, അങ്ങനെ ആഗ്രഹമുള്ള ആളാണ്. സോ വി വിൽ നോട്ട് മേക്ക് ദം ഡൗൺ. വി ഡോണ്ട് അലൗ ദം, വി ഡോണ്ട് ലെറ്റ് ദം ഡൗൺ. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മൾ വീണാലും അവരെ വീഴ്ത്താൻ ഒട്ടും താല്പര്യമില്ലാത്ത, ആഗ്രഹമില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് KBS അക്കാഡമിയിലെ എൻ്റെ ശിഷ്യന്മാർ. എനിക്ക് 100% ഉറപ്പാണ്. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? സാറേ ഞങ്ങൾ വീണ് മുറിഞ്ഞാലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് സാർ ഞങ്ങൾ. എനിവേ ഞങ്ങൾക്കത് കൺവിൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. മേ ബി കുറച്ച് പേർക്കെങ്കിലും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ ഒരു കമ്മ്യൂണിക്കേഷൻ സാധനം കൊണ്ട് എപ്പോഴും ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ തോറ്റാലും ഞങ്ങളുടെ വീട്ടുകാരെ തോൽക്കാൻ അല്ലെങ്കിൽ തോറ്റ് കാണാൻ ആഗ്രഹമില്ലാത്തവരാണ്. സേ യെസ് ഓർ നോ? യെസ്. സോ അതാണ്. അപ്പം എന്തിനാ ഈ ഡെലിഗേറ്റ് അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സാധനം 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ പോവുകയാണ്, ഇന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് എന്ന് നമ്മളുടെ ഈ എല്ലാ പ്ലാനിങ്ങിനും ശേഷം, ഈ 3 പ്ലാനിങ്ങിന് ശേഷം നമ്മൾ സ്ക്രിപ്റ്റ് റെഡിയാക്കിയ ശേഷം നമ്മളുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും അക്കൗണ്ടബിലിറ്റി വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ 6 മണിക്ക് പഠിക്കാൻ പോകുന്നു, 7 മണി വരെയാണ് ഞാൻ ഡെഡ് ലൈൻ വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് 7 മണിക്കുള്ളിൽ ഞാൻ ഇത്രയും സാധനങ്ങൾ തീർക്കും, ഇതെല്ലാമാണ് എൻ്റെ പ്ലാൻ, ഇതെല്ലാമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഒരാൾക്ക് അക്കൗണ്ടബിലിറ്റി ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇല്ലയോ? ഹിയർ ആഫ്റ്റർ യു ഷുഡ് ഡെലിഗേറ്റ് അക്കൗണ്ടബിലിറ്റി ടു സംവൺ ഇൻ യുവർ ഹോം. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? വിവേകൻ പറയുന്നുണ്ട് മോമെന്ന്, അമ്മയെ ഏൽപ്പിക്കുന്നത്. വാട്ട് അബൌട്ട് അതേഴ്സ്? സഫ്വാനിയും എസ് എന്ന് പറയുന്നുണ്ട്. കാരണം വി ഡോണ്ട് ലെറ്റ് ദം ഡൗൺ, വി ഡോണ്ട് അലൗ ദം ടു ഗെറ്റ് ഡൗൺ.
നമ്മൾ അവരെ വീഴ്ത്താൻ നമ്മൾ സഹായിക്കില്ല. അങ്ങനെ ഒരാളെ നമുക്ക് അക്കൗണ്ടബിലിറ്റി കൊടുത്ത് ഇന്ന ചാപ്റ്റർ ഇന്ന സബ്ജക്റ്റ് ഞാൻ 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പോവുകയാണ്. നമുക്ക് 1 മണിക്കൂർ പഠിക്കാൻ ഞാൻ തീരുമാനിച്ച സാധനത്തിന് റിസോഴ്സ് കളക്ട് ചെയ്യാൻ എനിക്ക് 1.5 മണിക്കൂർ എടുത്തു. എന്ത് മെമ്മറി ടെക്നിക്സ് ഐ വിൽ ഡിസ്കസ് ലേറ്റർ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും എന്തൊക്കെ മെമ്മറി ടെക്നിക്സ് ഉണ്ട് എന്നുള്ളത്. ആ മെമ്മറി ടെക്നിക്സിൽ ഏത് മെമ്മറി ടെക്നിക്സ് ഒക്കെ ഇന്ന ടോപ്പിക്കിന് ഏതൊക്കെ ടെക്നിക്ക് ഉപയോഗിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ ആദ്യം ഏത്, രണ്ടാമത് ഏത്, മൂന്നാമത് ഏത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. 4ാമത് അക്കൗണ്ടബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെലിഗേറ്റ് ചെയ്യുന്നു. അല്ലേ? പിന്നെയാണ് ശരിക്കും നമ്മുടെ സ്റ്റഡി ടൈം. നമ്മൾ ശരിക്കും പഠിക്കാൻ പോവാണ്. ആ ഓർഡർ സ്ക്രിപ്റ്റ് റെഡിയാക്കി നമ്മളൊരു 1 hour പഠിക്കാൻ പോകുന്നു. സ്റ്റഡി ടൈം ഇതെല്ലാം സ്റ്റഡി ടൈം ഓൾമോസ്റ്റ് 1 to 1.5 hours. ഈ 5 സ്റ്റെപ്പും നന്നായിട്ട് മനസ്സിലായി സാർ? സേ യെസ് ഓർ നോ. ഈ 5 സ്റ്റെപ്പും നന്നായിട്ട് മനസ്സിലായി സാർ? Please respond. I need your response, my dear students. I am not taking classes to dummies. I am taking classes to the most vibrant individuals in this world. To my KBS students. You just go on. Yes. ഞാൻ പറയുന്ന ബുക്ക് വേണം. കറാബ്ര എന്നുള്ള ആളുകൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പിന് ശ്രീരാം അയ്യർ പറയേണ്ടത് എന്തുകൊണ്ട് 1.5 മണിക്കൂർ വേണം എന്നുള്ളത്. ശ്രീരാം അയ്യർ, ഐ ഡോണ്ട് നോ വെദർ യു ന്യൂ ഓർ നോട്ട്, നമ്മളൊരു റിസോഴ്സ് വെച്ചിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. ഞാൻ പറഞ്ഞത് 1 to 1.5 hours എന്നാണ് മോനെ ഉദ്ദേശിച്ചത്. 1 to 1.5 hours എന്ന് പറഞ്ഞാൽ മോനെ, ഇപ്പം നീ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒന്നുകിൽ KBSലെ ബുക്ക്, അല്ലെങ്കിൽ സ്കൂളിലെ ബുക്ക്, അല്ലെങ്കിൽ ഗൈഡ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്പിലുള്ള ഒരു റെക്കോർഡഡ് സാധനം, ഇത്രയും റിസോഴ്സസ് ന്യൂ ജനറേഷൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മോൻ 10 മിനിറ്റ് എടുത്തുള്ളൂ എങ്കിൽ, ഇത് റിസോഴ്സ് സെറ്റ് ചെയ്യാൻ 10 മിനിറ്റ് എടുത്തുള്ളൂ എങ്കിൽ, ഇതിലുള്ള ബാക്കി സമയം കൂടി മോന് സ്റ്റഡി ടൈമിലേക്ക് കൊണ്ടുവരാം. ഇസ് ഇറ്റ് ക്ലിയർ? ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല സാർ, ഇനി നന്നായാൽ കൊള്ളാമെന്നുണ്ട്. അവൻ്റെ കയ്യിൽ കൺഫ്യൂഷനായിരിക്കും ടോട്ടല്. ഏത് പഠിക്കണം? ഒരുത്തൻ അത് പഠിക്കാൻ പറഞ്ഞു, ഒരുത്തൻ ടെക്സ്റ്റ്, ഒരുത്തൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ്റെ തല മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അവൻ ഏകദേശം 1 മണിക്കൂർ എടുത്ത് അവന് പഠിക്കേണ്ട സാധനം കണ്ടുപിടിക്കാൻ അവന് 1 മണിക്കൂർ ഉണ്ട് എന്ന് അറിയുമ്പോൾ അവൻ്റെ മനസ്സിലൊരു തണുത്ത കാറ്റടിക്കും. സാർ വളരെ അടിപൊളിയായിട്ട് ഇതിൽ റിസർച്ച് ചെയ്തിട്ടാണ് സാർ ഇന്നത് ഡെലിഗേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾക്ക് കുറച്ച് സമയം മതിയെങ്കിൽ അവിടെ കിട്ടുന്ന ബാക്കി സമയം നിങ്ങൾക്ക് എങ്ങോട്ട് കൊണ്ടുവരാം? ഫോർ എക്സാമ്പിൾ, സ്റ്റെപ്പ് 1 നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം കിട്ടിയാൽ അത് ഇങ്ങോട്ട് കൊണ്ടുവരാം. സ്റ്റെപ്പ് 2 എക്സ്ട്രാ ടൈം കിട്ടിയാൽ ഇങ്ങോട്ട് ഇൻഫ്യൂസ് ചെയ്യാം. സ്റ്റെപ്പ് 3 എക്സ്ട്രാ ടൈം കിട്ടിയാൽ ഇതിലെല്ലാം കിട്ടുന്ന എക്സ്ട്രാ ടൈം, ആ പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമയം, കുറവ് സമയം നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടു. ബാക്കി കുറച്ച് സമയം ഉണ്ടെങ്കിൽ അത് എവിടേക്ക് കൊണ്ടുവരാം? സ്റ്റഡി ടൈമിലേക്ക് കൊണ്ടുവരാം. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? ഡസ് ഇറ്റ് മേക്ക് സെൻസ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇത് ഓക്കെ ആണോ? യെസ് ഡാലിയ, ദൃശ്യ, ഗുഡ്. ഇത് ഓക്കെ. ഓക്കെ, മൊത്തം 7 സ്റ്റെപ്സ് ആണ്. Now we are entering into the 6th step. 6ാമത്തെ സ്റ്റെപ്പ്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചതിന് ശേഷം അടുത്ത ഒരു 15 മണിക്കൂറെങ്കിലും പഠിച്ച സാധനം മെമ്മറിയിൽ ഉണ്ടാവണം എന്ന് ഉറപ്പ് വരുത്തണം. ഇടയ്ക്കിടയ്ക്ക് മൈൻഡിൽ റീകോൾ ചെയ്യണം. ആ സ്ക്രിപ്റ്റ്, നമ്മൾ ആ വർക്ക് ചെയ്ത സ്ക്രിപ്റ്റ് അടുത്ത 15 മാസത്തേക്കല്ല, അടുത്ത 3 മാസത്തേക്കല്ല, അടുത്ത 3 ആഴ്ചത്തേക്കല്ല, അടുത്ത 15 മണിക്കൂറിലേക്ക്, അടുത്ത 15 hours എനിക്ക് അതിൽ എന്തായാലും അത് വിട്ട് കയ്യിൽ പോരുത്, ബ്രെയിനിൽ പിടിച്ചു വെക്കണം. ഐ ഷുഡ് ഗെറ്റ് ഇറ്റ് സ്റ്റിക്ക് ടുവേർഡ്സ് മൈ ബ്രെയിൻ. കമോൺ, ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നത് നോക്കി റിവൈസ് ചെയ്ത് റീകോൾ ചെയ്ത് അടുത്ത 15 മണിക്കൂർ ഞാൻ ആ പഠിച്ച സാധനം സ്റ്റഡി ടൈമിൽ ഇട്ട 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സ്റ്റഡി ടൈമിൽ ഇട്ടത്, അടുത്ത 15 മണിക്കൂർ എൻ്റെ ബ്രെയിനിൽ ആ സാധനം ഞാൻ റീറ്റെയിൻ ചെയ്യണു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ത്രൂ റിപ്പീറ്റഡ് റിവിഷൻ, ത്രൂ റിപ്പീറ്റഡ് മെമ്മറൈസിങ്, റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ സ്ക്രിപ്റ്റ് വീണ്ടും നമ്മൾ പഠിച്ച സാധനം അടുത്ത 15 മണിക്കൂർ
നമ്മുടെ മൈൻഡിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ക്ലിയർ? യെസ്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്, യെസ്, റീകോൾ ആൻഡ് റിവൈസ്. പലരും പഠിക്കുമ്പോൾ എന്താ ആലോചിക്കുക അറിയോ? ഇത് അടുത്ത ആഴ്ച എനിക്ക് ഓർമ്മ നിൽക്കില്ലല്ലോ, അടുത്ത ആഴ്ച ഓർമ്മ നിൽക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യട്ടെ, അടുത്ത 15 മണിക്കൂർ എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വേണം ആ സാധനത്തിന് നമ്മൾ കീഴ്പ്പെടുത്താൻ. ഈ 7 സ്റ്റെപ്പ് സാറേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. എത്ര പേര് ഇത് സമ്മതിക്കും? ഇതിലിപ്പോൾ ഏകദേശം എത്ര മണിക്കൂർ എടുത്തു എന്ന് നോക്ക്. ഈ 15 മണിക്കൂർ നിങ്ങൾ ഉറങ്ങുമ്പോൾ, നിങ്ങൾ കളിക്കുമ്പോൾ, നിങ്ങൾ സ്കൂളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാം നമ്മളാ പഠിച്ച സാധനം എവിടേക്കോ നമ്മളിങ്ങനെ എരടി വേദനിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ആ 15 അവർ നിങ്ങളൊന്ന് ആഡ് ചെയ്തേ, ഒരു ദിവസം പോലും ആയിട്ടുണ്ടാവില്ല. അക്ഷയ്, ലെറ്റ് മീ കം ഇൻ ടു ഇറ്റ് നൗ, പ്ലീസ് ലിസൺ ദിസ്. ഓക്കെ, അപ്പോൾ നോക്കിയേ, 1:30, 2:30, 3, 3:30, 4:30, 4:30, 15, 19:30. ഇനി ഇവിടെ നിങ്ങൾ 1 hour 2 hour എടുത്താൽ പോലും 21:30. ഇറ്റ് ഈസ് ലെസ് ദാൻ 24 hours. Under 20 hours. Now tell me, വളരെ വ്യക്തമാക്കി, വളരെ ഒരു വിവിഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ വിത്ത് ഡാറ്റ എക്സ്പ്ലനേഷൻ അല്ലേ സാർ ഒരു 7 സ്റ്റെപ്പ് പ്രോസസ്സ് തന്നത്? Say yes or no? Say yes or no? I have put forward a thought-provoking 7 steps which you can implement, which you can scientifically implement to get very good to get your learning process a very easy. Sir, ഈ 7 സ്റ്റെപ്പ് ഞാൻ മനസ്സിലാക്കി. ഈ 7 സ്റ്റെപ്പിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സമയം ലാഭം കിട്ടിയാൽ അത് ആ സ്റ്റഡി ടൈമിലേക്ക് കൊണ്ടുവരിക. എവിടെയെങ്കിലും ലാഭം കിട്ടിയാൽ bring it to study time. Bring that extra time from wherever section you are getting an extra time. You just take that extra time and put it in study time. Did you get me? Friends? Yes. Good. ഇനി നിങ്ങൾക്ക് അറിയാത്ത second point, sir, what all are the memory techniques that we can use while studying? എത്ര പേർക്ക് സാറെ കുറച്ച് മെമ്മറി ടെക്നിക്സ് ഒക്കെ പറഞ്ഞു തരൂ? ഇന്ന് ഞാൻ 2-3 പറഞ്ഞു തരാം. ബാക്കി 2-3 ക്ലാസ്സുകളിലൂടെ ബാക്കിയുള്ള മെമ്മറി ടെക്നിക്സും കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അതിനാണല്ലോ സാറ്, ശ്രീജിത്ത് സാർ നിങ്ങളുടെ കൂടെ ഉള്ളത്. എത്ര പേർക്ക് വേണം? ഹൗ മെനി ഓഫ് യു നീഡ് മെമ്മറി ടെക്നിക്സ്, ഇഫക്റ്റീവ് മെമ്മറി ടെക്നിക്സ് ഫോർ ഈസി ലേണിംഗ്? അതാണ് നമ്മുടെ എസെൻസ്. 7 സ്റ്റെപ്പ് മനസ്സിലാക്കി, അതിൽ 2ാമത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഇപ്പം നിങ്ങൾക്ക് ധാരണയില്ലാത്തത്. You have no idea about the second step, that is which memory technique can be used and in which position, in which topic, to which topic, which method we need to apply. ഏത് ടോപ്പിക്കിന് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അത് എത്ര പേർക്ക് വേണം? How many of you need that? Please respond. സാറേ, ഇന്ന ടോപ്പിക്ക് പഠിക്കാൻ ഇന്ന മെത്തേഡാണ് ആവശ്യം എന്നുള്ളത് എത്ര പേർക്ക് അറിയാം? ഓക്കെ, യെസ്, ഹിയർ വി ഗോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സാർ അത് പറയാം. ഫസ്റ്റ് സാറ് പറയാൻ പോണ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന മെത്തേഡ്സ് ആവാം, എന്നാലും കുഴപ്പമില്ല. How many of you heard about this method? Please say yes. How many of you heard about this method? If you have not heard about this, please say no. സാർ, ഈ മെത്തേഡ് ഞങ്ങൾ കേട്ടിട്ടില്ല. സ്മാഷിംഗ് സ്കോപ്പ് ഞങ്ങൾ കേട്ടിട്ടില്ല സാർ. കേട്ടിട്ടില്ലെങ്കിൽ അഭ്യാസം പറഞ്ഞു കേട്ടിട്ടില്ല എന്ന്. യെസ്, കേട്ടിട്ടില്ലെങ്കിൽ യു ജസ്റ്റ് സേ നോ സാർ, വി ഡിഡ്ന്റ് ഹിയർ ദാറ്റ്, വി ഹാഡ്ന്റ് ഹിയർ ദാറ്റ്. ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ല. വി ഹാവ് നോ ഐഡിയ റിഗാർഡിങ് ദിസ് മെത്തേഡ്. യെസ്. അപ്പോൾ ഇത് പഠിച്ച ഒരു രസമല്ലേ? ഒരു പുതിയ മെത്തേഡ് കൈക്കലാക്കാലോ. വി ഹാവ് നോട്ട് ഹേർഡ് ഇറ്റ് സർ. ഓക്കെ, യു ഹാഡിൻറ്റ്, ഐ നോ. ഓക്കെ, യു ഹാഡിൻറ്റിനെ പറയാൻ പറ്റുള്ളൂ, കാരണം ഇപ്പോൾ കേട്ടല്ലോ. വി ഡിഡ്ന്റ് ഹേർഡ്. ഓക്കെ, അനുഗ്രഹ ലക്ഷ്മി, ഗുഡ്.
Good. Clear. Shall we go? Shall we go with a new method? Smashing scope method. Smashing scope method. Yes. One minute. Now am I audible? Now am I audible? Yes. 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 Okay. Okay, good. മക്കളെ എല്ലാവർക്കും നിമോണിക്സ് അറിയാം. എല്ലാവർക്കും നിമോണിക്സ് അറിയാം. ഇത് എല്ലാ സ്കൂളിലും എല്ലാ ടീച്ചേഴ്സും എല്ലാ സാറന്മാരും ഒക്കെ പറഞ്ഞ നിമോണിക്സ്. പക്ഷെ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സംതിങ് ഡിഫറെൻറ്റ്. സ്മാഷിംഗ് സ്കോപ്പ് മെത്തേഡിൽ എസ് സ്റ്റാൻഡ്സ് ഫോർ സെൻസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും ക്ലിയർ? നോ, നോട്ട് ക്ലിയർ. മക്കളെ എൻ്റെ വോയിസ് കേൾക്കുന്നില്ലേ? യെസ് സാർ, എസ് സാർ എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. യെസ് സാർ ഓഡിബിൾ എന്നാണല്ലോ പറയുന്നത്. Then what happened? Yes, കേൾക്കുന്നുണ്ട്. able to hear sir, able to hear sir. Okay, good. അടിപൊളിയല്ലേ? നല്ല ക്ലിയർ അല്ലേ? വീഡിയോ ഓഡിയോ ഒക്കെ അടിപൊളിയല്ലേ? സൗണ്ട് ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ വോളിയം ഒന്ന് കൂട്ടി വെക്കുക. നിങ്ങളുടെ സിസ്റ്റത്തിന്റെ വോളിയം കൂട്ടുക. ഇന്റർനെറ്റ് ഫുൾ സ്പീഡിലേക്ക് ആക്കുക. കാരണം ഹൈ റെസൊല്യൂഷനിലാണ് ക്ലാസ് ഇപ്പോൾ സ്ട്രീം ചെയ്യുന്നത്. പണ്ടത്തെ പോലെയല്ല. സൗണ്ട് ക്ലിയർ ആണ്. സൗണ്ട് ക്ലിയർ ആണ്. ഒരാൾ ഓഡിയോ നോട്ട് ക്ലിയർ എന്ന് പറയുന്നുണ്ട്. അയാളുടെ സിസ്റ്റം ചെക്ക് ചെയ്യണം. കാരണം ഇവിടെ മറ്റെല്ലാവർക്കും ഓഡിയോ വളരെ ക്ലിയർ ആണ്. നിങ്ങളുടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ഇവിടെ എൻ്റെ എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ് സാർ. ഓക്കെ ഗുഡ്. ഓക്കെ ഗുഡ്. പ്ലീസ് ചെക്ക് യുവർ സിസ്റ്റം. പ്ലീസ് ചെക്ക് യുവർ ഇൻ്റർനെറ്റ് കണക്ഷൻ. കാരണം ഹൈ റെസൊല്യൂഷനിലാണ് ടെലികാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും കണക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഓൾ ക്ലിയർ സാർ ഫ്രം ഇഷാൻ. ഓക്കെ ഗുഡ്. ഇഷാൻ സമ്മതിച്ചല്ലോ. സെൻസ് ഞാൻ പറയാം. ഇപ്പോൾ ഒരാൾ എല്ലാവരും നിമോണിക്സ് ആണ് നമ്മൾ പഠിപ്പിക്കുക. നോക്ക്, നല്ലൊരു മെത്തേഡാണ്. വെറുതെ എന്തിനാണ് നിങ്ങൾ മുഷിപ്പിക്കണം? ഒരു പുതിയ മെത്തേഡ് നമ്മൾ പഠിക്കുകയല്ലേ. നിങ്ങളുടെ സ്റ്റഡി പാറ്റേൺ തന്നെ മാറ്റാൻ കഴിവുള്ള വല്ല മെത്തേഡ് ഉണ്ടെങ്കിൽ രസമല്ലേ? നിങ്ങൾക്ക് തന്നെ ഓരോന്ന് ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള മെത്തേഡും കൊണ്ടല്ലേ സാറ് വന്നിരിക്കുന്നത്. സാറ് കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. എനിക്ക് എൻ്റെ അധ്യാപകർ ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. എൻ്റെ മക്കൾക്ക് അത് കിട്ടണം എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയല്ലേ സാർ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ? സേ യെസ് ഓർ നോ? സേ യെസ് ഓർ നോ? യെസ്, യെസ്, ഗുഡ്, ഗുഡ്. അപ്പോൾ മക്കളെ എനിക്ക് പറയാനുള്ളത് yes for sure, yes for sure, good, yes. അപ്പോൾ എനിക്ക് പറയാനുള്ളത് സെൻസ്. ഫോർ എക്സാമ്പിൾ ആരെങ്കിലും പറയാണ്, സാർ ഒരു വൈറ്റ് ബോർഡ്, യു ജസ്റ്റ് ഇമാജിൻ എ വൈറ്റ് ബോർഡ്, നിങ്ങളുടെ മനസ്സിൽ വൈറ്റ് ബോർഡ് വരും. സേ യെസ് ഓർ നോ? ഒരു വൈറ്റ് ബോർഡ് നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വൈറ്റ് ബോർഡ് വരുമോ ഇല്ലയോ? യെസ്. പക്ഷേ ഇനി ഞാൻ വേറൊരു ടൈപ്പ് പറയാം. ആ വൈറ്റ് ബോർഡിനെ നിങ്ങളൊന്ന് തൊട്ട് നോക്ക്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ബോർഡ്. ആ വൈറ്റ് ബോർഡിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ ഒരു കർപ്പൂരത്തിൻ്റെ, ഒരു ക്യാംഫർ, ഒരു പെയിൻറ്റിൻ്റെ സ്മെല്ല്. ആ വൈറ്റ് ബോർഡിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ ഒരു പെയിൻറ്റിൻ്റെ സ്മെല്ല്, തൊടുമ്പോൾ വളരെ സോഫ്റ്റ്. അപ്പോൾ വെറുതെ ഒരു വൈറ്റ് ബോർഡ് ആലോചിക്കുക എന്ന് പറഞ്ഞതും നിങ്ങൾ തൊട്ട് നോക്ക് സ്മെല്ലൊക്കെ പറഞ്ഞപ്പോഴും ഏതാണ് നിങ്ങളുടെ ബ്രെയിന് കുറച്ച് സ്പീഡായിട്ട് പെർസീവ് ചെയ്തത്? പ്ലീസ് റെസ്പോണ്ട്.
വൈറ്റ് ബോർഡ് ഒന്ന് ആലോചിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കണ്ടു. പക്ഷെ വൈറ്റ് ബോർഡിനെ തൊടുമ്പോൾ വളരെ സ്മൂത്ത് സർഫേസ് ആയിരുന്നു. അടുത്ത് പോകുമ്പോൾ ഒരു സ്മെല്ല് വന്നു. സ്മെൽ ആൻഡ് ടച്ച്. ചിലവർ ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്, മിഷാബെ കുഴപ്പമില്ല, നമുക്ക് ചിലവർക്ക് കാഴ്ചയായിരിക്കും, ചിലവർക്ക് തൊടലായിരിക്കും. അപ്പോൾ ഈ സെൻസ് നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് പഠിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് പഠിക്കുമ്പോൾ വെറുതെ ഇമാജിൻ ചെയ്യണതിന് പകരം, ഇമാജിനേഷൻ വരുന്നുണ്ട്, വെറുതെ ഇമാജിൻ ചെയ്യണതിന് പകരം അതിന് സെൻസ് കൊണ്ടുവരാൻ നോക്കുക. സെൻസ്, ഇത് തൊടുമ്പോൾ ഇങ്ങനെയുണ്ട്, തൊടുമ്പോൾ ഫ്ലെക്സിബിൾ ആയിട്ട് പോകുന്നുണ്ട്, അങ്ങനെ സെൻസ് കാണുമ്പോൾ, സ്മെല്ല്, വിഷൻ, സെൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കുക ടോപ്പിക്സിൽ. അപ്പോൾ അത് ബ്രെയിന് പെട്ടെന്ന് പെർസീവ് ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ എം സ്റ്റാൻഡ്സ് ഫോർ മൂവ്മെൻറ്റ്. നിങ്ങൾ അപ്പോഴേ കണ്ട വൈറ്റ് ബോർഡ്, ആ വൈറ്റ് ബോർഡ് നിന്നവിടെ നിന്ന് കറങ്ങാണ്. Sir, there is sound but voice sound is slow. Why? Some students are feeling that the voice is slow, but for majority students I think the voice is maximum, right my dear students? For majority students my voice is maximum and clear, right? Yes, it's very clear sir എന്ന് പറഞ്ഞിട്ട് കുറേ പേര്. ഇത് ചിലവർക്കുള്ള ടെക്നിക്കൽ ഇഷ്യൂ ആണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഡിവൈസിലെ സൗണ്ട് മാക്സിമം ആക്കി വെക്കുക. പ്ലീസ് കീപ് യുവർ ഡിവൈസ് വോളിയം ടു മാക്സിമം എക്സ്ട്രീം. യെസ്, ക്ലിയർ, ഓക്കെ. മൂവ്മെൻറ്റ്, നമ്മൾ അപ്പോഴേ കണ്ട, തൊട്ട് നോക്കിയ പെയിൻറ്റിൻ്റെ സ്മെല്ലുള്ള വൈറ്റ് ബോർഡ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റിലേക്ക് കുറച്ച് ചേരിച്ചു, തലകീഴാക്കി ഇട്ടു, കറങ്ങുകയാണ്. നമ്മളൊന്ന് അതിനെ ഒരസിയിട്ടു, അതിനെ തള്ളിയിട്ടു, അതങ്ങനെ നീങ്ങിപ്പോയി. ഇപ്പോൾ കുറച്ചുകൂടി ബ്രെയിൻ പെർസീവ് ചെയ്യണില്ലേ? ആ ബോർഡിനെ നിങ്ങളുടെ ബ്രെയിന് കുറച്ചുകൂടി പെർസീവ് ചെയ്തില്ലേ? അപ്പോൾ നിങ്ങൾ എന്താണോ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ആ കണക്ട് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എടുത്തു, അതിനെ ഈസി ആക്കാൻ വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ കണക്ഷനിൽ സെൻസ് കൊണ്ടുവരണം. ആ സാധനത്തിന് പറ്റുമെങ്കിൽ മൂവ്മെൻറ്റ് കൊണ്ടുവരണം. ഇതൊക്കെ ഇമാജിനേഷനാണ്. How many of you agree with me? സെൻസ് കൊണ്ട്, ഇത് ടീച്ചർമാർ വെറുതെ നിമോണിക്, ഓൾ സിൽവർ ടീ കപ്സ്, അതിനൊന്നും ജീവനില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് നിമോണിക്. അതൊന്നും വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല. സാറി പറഞ്ഞ മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സാറേ, ഈ ലോകത്ത് എന്ത് സാധനവും ഞാൻ എൻ്റെ രൂപത്തേക്ക് ആക്കും സാർ. ഞാൻ പൊളിച്ചടുക്കും സാർ. ഒരിക്കൽ ഞാൻ എൻ്റെ ബ്രെയിനിലേക്ക് കയറ്റിയാൽ പിന്നെ ആ സാധനം മറക്കാൻ ഞാൻ വിടില്ല സാർ. ഹലോ, does it make sense my dear students? അപ്പോൾ വൈറ്റ് ബോർഡ് നമ്മൾ സെൻസ് ചെയ്യാൻ ശ്രമിച്ചു, തൊട്ടു, സ്മെല്ല് ചെയ്തു, അതിന് മൂവ്മെൻറ്റ് കൊണ്ടുവന്നു. എന്തും നിങ്ങൾ ഏത് ടോപ്പിക്കും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇമാജിൻ ചെയ്യാമല്ലോ. മൂവ്മെൻറ്റ് കൊണ്ടുവന്നു. ആ സാധനം നമ്മൾ കമ്പയർ ചെയ്യുന്ന സാധനത്തിൽ മൂവ്മെൻറ്റ് കൊണ്ടുവന്നാൽ ബ്രെയിന് കുറച്ചുകൂടി പെർസീവ് ചെയ്യും. അസോസിയേഷൻ. ആരോ ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ട്, എക്സാമ്പിൾ പറയാൻ. അസോസിയേഷൻ, ഒരു പേപ്പറിനടുത്ത് ഒരു പേന വെച്ചു. വി ആർ കീപ്പിംഗ് എ പെൻ നിയർ ബൈ എ പീസ് ഓഫ് പേപ്പർ. ഈസ് ദർ എൻ അസോസിയേഷൻ ബിറ്റ്വീൻ ദം? ഒരു പേപ്പറിനടുത്ത് ഒരു പേന വെച്ചു. മീറ്റിംഗ് ലീവ് ചെയ്ത് വീണ്ടും തിരിച്ചു കയറിയപ്പോൾ വോയിസ് ക്ലിയർ ആയി എന്ന് ഒരാൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓൾ അതേഴ്സ് ഹു ആർ ഹാവിംഗ് പ്രോബ്ലം വിത്ത് മൈ സൗണ്ട് ക്യാൻ ലോഗ് ഔട്ട് ആൻഡ് ലോഗ് ഇൻ അഗെയിൻ, ദെൻ യുവർ വോയിസ് വിൽ ബി, മൈ ഓഡിയോ വിൽ ബി ക്ലിയർ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ. അസോസിയേഷൻ, ഒരു കഷ്ണം പേപ്പർ വെച്ച് തൊട്ടടുത്തൊരു പെന്ന് വെച്ചു. ഈസ് ദർ എനി അസോസിയേഷൻ മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് എന്ന് പറയുന്നുണ്ട് മാളവിക. ഓക്കെ. പക്ഷെ ഞാൻ പറയും അതിന് വലിയ അസോസിയേഷൻ ഇല്ല. നേരെ മറിച്ച് പേപ്പറിനടുത്തൊരു പേനയുണ്ട്. ആ പേന എടുത്ത് ഞാൻ എഴുതി ഒരു 4 വരി കഴിഞ്ഞപ്പോൾ ആ എഴുതിയതെല്ലാം തെറ്റാണെന്ന് മനസ്സിലായി. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ മൊത്തം അതിനൊന്ന് സ്ക്രിബിൾ ചെയ്ത് പേന കൊണ്ട് അതിനെ പേപ്പറിനെ വലിച്ച് കീറി ബാസ്ക്കറ്റിലിട്ടു. ഇപ്പോഴാണ് ശരിക്കും പേനയ്ക്കും പേപ്പറിനും അസോസിയേഷൻ വന്നത്. സേ യെസ് ഓർ നോ? ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? പ്ലീസ് ടെൽ മീ. ദിസ് ഷുഡ് ബി ദ അസോസിയേഷൻ. ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് സാധനം പോവില്ല. ഹൗ മെനി ഓഫ് യു എഗ്രി വിത്ത് മീ? വെറുതെ ഒരു പേപ്പറും പേനയും വെച്ചു എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് ഓർക്കാൻ പറയുക. നമ്മൾ അങ്ങനെ വെറുതെ വെക്കലല്ല. എന്തെങ്കിലും ഒരു ഡെറിവേഷൻ, എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ സാധനത്തിന് അസോസിയേഷൻ കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ്.
യെസ്, ഗുഡ് ഗോയിങ്. നാലാമത്തെ എസ്, സെൽഫാണ്. എന്തും ആ വൈറ്റ് ബോർഡിനെ നീ നിന്റെ മുഖമായിട്ട് കണക്കാക്കണം. അപ്പോൾ വൈറ്റ് ബോർഡിൽ ആരൊക്കെ എഴുതുണ്ടോ ആ എഴുത്തെല്ലാം നിന്റെ മുഖത്താണ് വരുന്നത്. സെൽഫ്, നീ എന്ന കഥാപാത്രത്തിനെ ആ ടോപ്പിക്കുമായിട്ട്, നീ എന്ന് പറയുന്ന കഥാപാത്രത്തിനെ, നീ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ആ ടോപ്പിക്കുമായിട്ട് നീ റിലേറ്റ് ചെയ്താൽ നമ്മുടെ ബ്രെയിനിന് നമ്മളാണ് ഹീറോ. അപ്പം നീ എന്താണോ കഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, നീ എന്താണോ ഷോർട്ട് കട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, നീ എന്താണോ റിലേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അതിൽ നിന്റെ ഒരു സെൽഫ്നെസ് കൊണ്ടുവരണം, നിന്റെ മുഖം കൊണ്ടുവരണം. അല്ലേ? ഐസക് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും പഠിക്കുമ്പോൾ ഐസക് ന്യൂട്ടൻ്റെ വേഷമിട്ട് നിന്റെ മുഖം നിനക്ക് സങ്കല്പിക്കാൻ പറ്റണം. ഒരിക്കലും ബ്രെയിൻ എന്ന സാധനം പോവില്ല. ഹൗ ഈസ് ദിസ് മൈ ഡിയർ സ്റ്റുഡൻസ്? പ്ലീസ് ടെൽ മീ. പുറത്ത് പറയണ്ടല്ലോ സാറേ, ഇമാജിനേഷൻ ലോക ലെവലല്ലേ സാറേ. കെമിസ്ട്രിയിൽ ഒരു തിയറം പഠിക്കുമ്പോൾ ആ ലാബിൽ ആ സാധനം നീയാണ് ചെയ്യുന്നത്, നിന്റെ മുഖമാണ് ചെയ്യുന്നത്, നിന്റെ കൈകളാണ് ചെയ്യുന്നത്. സെൽഫ്, ദാറ്റ് ഈസ് ദ പവർ ഓഫ് സെൽഫ്. ദാറ്റ് ഈസ് ദ പവർ ഓഫ് സെൽഫ് മൈ ഡിയർ സ്റ്റുഡൻസ്. That is the power of self. Next, H, ഹ്യൂമർ. ഇത് പുറത്ത് പറയണ്ട, എപ്പോഴും ഹ്യൂമർ ഉണ്ടോ കയ്യിൽ, നിങ്ങൾ പൊളിയാണ്. ആ ടോപ്പിക്ക് മറക്കുകയേ ഇല്ല. ഹ്യൂമർ എന്തുകൊണ്ടാണ് ന്യൂട്ടനെ മാത്രം ഇത്രയും സയൻറ്റിസ്റ്റ് ഉണ്ടായിട്ട് എല്ലാവരും ഓർത്ത് വെക്കുന്നത്? ആപ്പിൾ തലയിൽ വീണപ്പോൾ എന്ന് പറഞ്ഞൊരു കോമിക് സാധനം കൊണ്ടുവന്നപ്പോഴാണ്. ഏതെങ്കിലും സയൻറ്റിസ്റ്റിനെ, ബെർണോളീസ് പ്രിൻസിപ്പിൾ +1 ഫ്ലൂയിഡ് മെക്കാനിക്സിലുള്ളതാണ്. ബെർണോളി മറക്കണോ? എന്തെങ്കിലും ചെയ്യേ. ഇനിയിപ്പോൾ ഹ്യൂമർ വന്നില്ലെങ്കിൽ ബെർണോളി ടോയ്ലറ്റിൽ ഇരുന്നു കൊണ്ടാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്തതെന്ന് നീ സങ്കല്പിക്കേ. ജന്മത്തിൽ മറക്കുമോ? ബെർണോളി എന്ന് പറഞ്ഞ പേര് വരുമ്പോഴേക്കും അയാൾ ടോയ്ലറ്റിൽ ഇരിക്കണ്ടല്ലേ നമുക്ക് ഓർമ്മ വരിക? ഹ്യൂമർ, യു ഷുഡ് ഇംപ്ലിമെന്റ് ഹ്യൂമർ. ഒരാളടുത്ത് പറയണ്ടല്ലോ, നമുക്ക് ഓർത്ത് വെക്കല്ലോ, നമ്മുടെ പ്രൈവസി അല്ലേ. ഹലോ, ഡസ് ഇറ്റ് മേക്ക് സെൻസ്? ജന്മത്തിൽ മറക്കൂല. ഹ്യൂമറിന് അങ്ങനെ നമ്മുടെ ബ്രെയിനിൽ വലിച്ചു കയറ്റാനുള്ള കഴിവുണ്ട്. നമ്മൾ പുറത്ത് പറയണില്ലല്ലോ, നമുക്ക് എന്ത് ഹ്യൂമറും ആലോചിച്ച് വെക്കാലോ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഹ്യൂമർ. ഹൗ മെനി ഓഫ് യു ഗോട്ട് ദിസ്? എടാ, നിങ്ങൾ പഠിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും ജീവൻ കൊടുക്കുകയാണ് ഇപ്പൊ സാറ്. നമ്മൾ ആൻസർ എഴുതുന്നില്ല, പക്ഷെ ഇത് പഠിച്ചു വെക്കാൻ എങ്ങനെയെല്ലാം ഇതിനെ റിലേറ്റ് ചെയ്ത് കഷ്ടമുള്ളൊരു കോണ്ടന്റ് എങ്ങനെ എൻ്റെ രീതിക്ക് കൊണ്ടുവരാമെന്നുള്ളതിന് ഇത് ആദ്യത്തെ 1-2 ടോപ്പിക്കിലെ ചെറിയ ഹേർഡിൽ വരുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെവലാവും. ക്ലിയർ? യെസ്. ദെൻ I stands for imagination. പുസ്തകത്തിൽ ഉള്ളത് ആലോചിച്ച് അതുപോലെ പഠിക്കുന്നതാണ് ലോജിക്. പുസ്തകത്തിൽ ഇല്ലാത്ത സാധനം, പുസ്തകത്തിലുള്ള കോൺസെപ്റ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്നതാണ് ഇമാജിനേഷൻ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ യു ക്യാൻ ഇമാജിനേഷൻ ഈസ് സംതിങ് വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ലോജിക്. ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിന് വേണ്ടത് ലോജിക്കാണ്. ഞാൻ എൻ്റെ വീട്ടിൽ പഠിക്കുമ്പോൾ എനിക്ക് ലോജിക്ക് വേണമെന്ന് ഞാൻ ഒരാൾക്കും ലൈസൻസ് കൊടുത്തിട്ടില്ല. ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കും. എനിക്ക് ഈ കോൺസെപ്റ്റ് തിരിച്ച് പേപ്പറിലേക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് എന്തൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ അത്രയും ഞാൻ ഇമാജിൻ ചെയ്യും. ഒരുത്തരും എന്നെ ഒരു ചിപ്പും ചെയ്യില്ല. ഹൗ ഡിഡ് യു ഫീൽ മൈ ഡിയർ സ്റ്റുഡൻസ്? ഡസ് ഇറ്റ് മേക്ക് സെൻസ്? എന്ത് പൊട്ടത്തരം ആയിക്കോട്ടെ, എന്ത് ബ്ലണ്ടർ ആയിക്കോട്ടെ, എന്ത് ഫൂളിഷ്നെസ് ആയിക്കോട്ടെ, ഈ ഒരു ടോപ്പിക്ക് എളുപ്പമാക്കാൻ, ഈ ഒരു ടോപ്പിക്ക് ഓർത്ത് വെക്കാൻ ഞാൻ എന്തും ഇമാജിൻ ചെയ്യും. ആരാടാ പറഞ്ഞത് ക്ലാസ് റൂമിൽ എൻ്റെ ബെഞ്ചിലും എൻ്റെ ഡെസ്കിലും ഇരുന്ന് എൻ്റെ നോട്ട്ബുക്ക് തുറന്ന് വെക്കുമ്പോൾ ഈ ഒരു ഐൻസ്റ്റീൻ്റെ ഒരു പ്രൂഫ് ഇങ്ങനെ പറ്റുള്ളൂ, പരീക്ഷയ്ക്ക് ഞാൻ അതുപോലെ എഴുതാം, പക്ഷെ ഇത് എങ്ങനെ പഠിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് സാർ. ദാറ്റ് ഈസ് മൈ റൈറ്റ്. ഐ വിൽ ഇമാജിൻ. എൻ്റെ ഒരു യുണീക്ക്നെസ്സിനനുസരിച്ച് ഞാൻ ഇമാജിൻ ചെയ്യും സാർ. ഇമാജിനേഷൻ ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ലോജിക്. Does it make sense, my dear students? Does it make sense? Yes. Then N stands for number. ചിലവർ എപ്പോഴും നമ്പർ ഇട്ടാലാണ് ഈ ഓർഡർ കിട്ടുക. ചിലവർക്ക് ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഓരോ എലമെന്റ്സും നമ്പർ ചെയ്യാം. നമുക്ക് മൊത്തം 5 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ 5 എണ്ണത്തിന് നമ്പർ ചെയ്ത് നമ്മുടെ ഓർഡറിലേക്ക് ആക്കാം. പവർ ഓഫ് നമ്പേഴ്സ് ഈസ് സംതിങ് ഗ്രേറ്റ്.
നമ്പർ യൂസ് ചെയ്താലാണ് നമുക്കൊരു ഓർഡർ, ഒരു ഒഴുക്ക് കിട്ടുക, ഒരു ഫ്ലോ കിട്ടുക, ഒരു ഫ്ലോ നമുക്ക് കിട്ടുക. ക്ലിയർ? ക്ലിയർ? യെസ്. ദെൻ സ്കോപ്പ്, എസ്. എസ് സ്റ്റാൻഡ്സ് ഫോർ സിമ്പിൾ. നമ്മൾ ഈ റോഡിലൊക്കെ പോകുമ്പോഴേ യു ടേൺ എടുക്കരുത് എന്ന് വലുതായിട്ട് സെന്റൻസിൽ എഴുതി വെച്ച് കണ്ടിട്ടുണ്ടാ? ഡോണ്ട് ടേക്ക് യു ടേൺ, ഇറ്റ് ഈസ് പനിഷബിൾ. ഇത്രയും സെന്റൻസ് എഴുതിയിട്ടുണ്ട്. ഞാൻ വണ്ടി ഒരു 80 സ്പീഡിൽ പോവാണ്. 80 സ്പീഡിൽ ഞാൻ വണ്ടി പോകുമ്പോൾ എനിക്ക് ഈ 2 സെന്റൻസ് വായിക്കാനുള്ള സമയം കിട്ടുമോ? ഇല്ല. അപ്പൊ അവര് റോഡിൽ എന്താ ചെയ്തിട്ടുണ്ടാവുക? So now tell me the power of symbols. ബ്രെയിനിനെ സെന്റൻസിനേക്കാളും ചിഹ്നങ്ങളെ അല്ലെങ്കിൽ പിക്ചേഴ്സിനെ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് റിഫ്ലക്സ് മനസ്സിലാക്കാൻ ബ്രെയിനിന് പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ട്രാഫിക് സിഗ്നൽസ്. സേ യെസ് ഓർ നോ? ഓരോ നിയമവും നോ പാർക്കിങ്ങും ഫുൾ സെന്റൻസിൽ എഴുതി വെച്ചിരുന്നെങ്കിൽ ഏത് കാലത്ത് സെറ്റ് ആവാനാ? So you can implement symbols. You can use symbols. Say yes or no? Yes or yes? Color, you can use color. നല്ല പർപ്പിൾ കളർ ആന, ചുമന്ന നിറത്തിലുള്ള മങ്കി, റെഡ് കളേർഡ് മങ്കി. ബ്ലാക്ക് കളേർഡ് ക്യാമൽ. ദാറ്റ് ഈസ് എ പവർ ഓഫ് കളർ. പെട്ടെന്നൊന്നും നമുക്ക് തലേന്ന് പോവില്ല. സാധനം പ്രത്യേകിച്ച് ഓട് കളറിലൊക്കെ ഓർത്ത് വെച്ചാണ്ടല്ലോ, ആ കോൺസെപ്റ്റ് പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇതെല്ലാം ഐ ആം ഷെയറിങ് യു ദ സ്ട്രാറ്റജീസ്. ഇതൊക്കെ ഓരോ സെന്റൻസിൽ നിങ്ങൾക്ക് ഇത് ഓരോ പാരാമീറ്റർ എടുത്ത് വിടാം. ഇതിലേതെങ്കിലും സെറ്റ് ആവും. ഇതുവരെ നിങ്ങൾക്ക് നിമോണിക്സ് മാത്രമേ അറിയുള്ളൂ. ഇനി എൻ്റെ മുന്നിൽ ഒരു ടോപ്പിക് കിട്ടുമ്പോൾ ഇപ്പം അവന് മനസ്സിലായി 1.5 മണിക്കൂർ പ്രിപ്പറേഷന് വേണം, 1.5 മണിക്കൂർ മെമ്മറി മാപ്പ് സ്ക്രിപ്റ്റിന് വേണമെന്ന് എന്തുകൊണ്ട് സാറ് തുടക്കത്തിൽ പറഞ്ഞു എന്ന് പലർക്കും ഇപ്പോഴാണ് മനസ്സിലായത്. പലരും ഞാൻ തുടക്കത്തിൽ 7 സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ വിചാരിച്ചു ഇതിനൊക്കെ എനിക്ക് 5 മിനിറ്റ് മതിയല്ലോ എന്നുള്ളതാണ്. പക്ഷെ അതിലൊന്നല്ല വർമ്മ സാറേ കാര്യം. ഏത് ടെക്നിക്ക് ഉപയോഗിക്കണം എന്നുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നുള്ളത് ഇപ്പോഴാണ് പലർക്കും മനസ്സിലാവുന്നത്. സേ യെസ് ഓർ നോ? യെസ്. ഗുഡ്. പക്ക. സെറ്റ്. വെരി ഗുഡ്. അപ്പോൾ കളറിന്റെ പ്രശ്നം നിങ്ങളുടെ തീർന്നു. കളറും ഉപയോഗിക്കാം. What is O? O is order. ഓർഡറിന് ഒരു പ്രത്യേക മെമ്മറി ടെക്നിക്ക് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഓർഡറിന് ഒരു പ്രത്യേക മെമ്മറി ടെക്നിക്ക് വരുന്നുണ്ട്. ലോ ഓഫ് ലോക്കൈ എന്ന് പറഞ്ഞിട്ട്, ലോക്കൈ മെത്തേഡ്, LOCI. ലോക്കൈ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഓർഡറിൽ പഠിച്ചു വെക്കാൻ വേറൊരു സ്ട്രാറ്റജി ഉണ്ട്, സയന്റിഫിക് സ്ട്രാറ്റജി. ലോക്കൈ മെത്തേഡ്, ലോക്കൈ ടെക്നിക് ഓഫ് ലോക്കൈ ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു മെത്തേഡ് ഉണ്ട്. ദാറ്റ് ഐ വിൽ ടീച്ച് യു. അതെന്നെ ഒന്ന് ഓർപ്പിച്ചാൽ മതി. ഒരു ഓർഡർ, ആ ഒരു സീക്വൻസ് കറക്റ്റ് ഓർഡർ ആക്കാൻ, നമ്പറും ഓർഡറൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടി വേറൊരു ടെക്നിക്ക് ഉണ്ട്, ലോക്കൈ ടെക്നിക്. ദാറ്റ് ഐ വിൽ ടെൽ യു. റെഡി? യെസ്. P for പോസിറ്റീവ് ഇമേജ്. ശരിക്കും ഞാൻ പോസിറ്റീവ് ഇമേജ് എന്ന് പറയുമ്പോഴും I will insist sometimes for new gen students negative images are more perceivable. For example, നല്ല മധുരമുള്ള ചുമന്ന തക്കാളി ഞാൻ കടിച്ചു, ഭയങ്കര മധുരം. അതാണോ? ഈ ചുമന്ന തക്കാളി കടിച്ചപ്പോൾ അത് കേട് വന്നിട്ടുണ്ട്, റോട്ടനാണ്, എനിക്ക് ആകെ കൂടി ഒരു ഇൽ ഫീലിംഗ് വന്നു, ഞാൻ വൊമിറ്റ് ചെയ്തു. ഇതിലേതാ നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ നിൽക്കുക? വോമിറ്റ്. സെക്കൻഡ് ഓപ്ഷൻ. വെരി ഗുഡ്. അപ്പൊ ഈ ന്യൂ ജെൻ സ്റ്റുഡൻസിന് ഈ പോസിറ്റീവ് ഇമേജ് നീ ഓർത്ത് വെച്ചോ. പക്ഷെ പോസിറ്റീവ് ഇമേജിനേക്കാൾ നല്ലത് ഒരു പാരഡിം ഷിഫ്റ്റ് ആണ്. പോസിറ്റീവ് വിത്ത് സം നെഗറ്റീവ്. വെരി ഗുഡ്. ഗ്രേറ്റ് ഗോയിങ് വിവേകൻ. ക്ലിയർ സ്റ്റുഡൻസ്? ക്ലിയർ?
Clear or not? Yes. And finally, E. What is E? Can anyone say? Any idea? ഒരെണ്ണമെങ്കിൽ നിങ്ങൾ പറയാം. What is E? Enjoy. Execution. Energy. Earning. Enjoy. Expressive. Evaluate. Effort. Elegant. Wow. No, not at all. Education. No. Express. No. Very good. ആരോ ഗൂഗിളിൽ നിന്ന് തപ്പി തന്നിട്ട് തെരഞ്ഞിട്ടുണ്ട്. എക്സാഗറേഷൻ. എക്സാഗറേഷൻ. എന്ത് പഠിക്കുമ്പോഴും നമുക്ക് ബ്രെയിനിലേക്ക് പെട്ടെന്ന് പെർസീവ് ചെയ്യണമെങ്കിൽ യു ഷുഡ് നോ ഹൗ ടു എക്സാഗറേറ്റ് ഇറ്റ്. എക്സാഗറേറ്റ് ചെയ്യാൻ അറിയണം. ഫോർ എക്സാമ്പിൾ, ഒരു ചിക്കൻ കബാബ് ഒരു 6 അടി പൊക്കമുള്ള ചിക്കൻ കബാബ് നമ്മുടെ മൈതാനം ജംഗ്ഷനിൽ സിഗ്നലിൽ ആരോ തൂക്കിയിട്ടിരിക്കുകയാണ്. ഒരു മരത്തുനിന്ന് മഴ പെയ്യുന്നത് പോലെ അതിൻ്റെ കെച്ചപ്പും അതിൻ്റെ ടൊമാറ്റോ സോസും ഒക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരൊക്കെ ആ ചിക്കൻ കബാബ് പോയി പറിച്ചെടുത്ത് 6 അടി പൊക്കത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിക്കൻ കബാബ് പറിച്ചെടുത്ത് സോസിൽ മുക്കി അടിക്കുന്നുണ്ട്. എക്സാഗറേഷൻ. ഒരിക്കലും 6 അടിയുള്ള ഒരു ചിക്കൻ കബാബ് വരില്ല, പക്ഷെ ഞാൻ എക്സാഗറേറ്റ് ചെയ്തു. ഡസ് ഇറ്റ് മേക്ക് സെൻസ് മൈ ഡിയർ സ്റ്റുഡൻസ്? എക്സാഗറേഷൻ. റിയലിനെ അൺറിയൽ ലെവലിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഓർക്കുമ്പോൾ ബ്രെയിൻ ഒരിക്കലും മറക്കില്ല. ഇന്ന് ഞാനീ പറഞ്ഞ ഓരോ എക്സാമ്പിളും നിങ്ങളുടെ ബ്രെയിനിലേക്ക് തുളച്ച് കയറിയണം. My dear students, you can choose this smashing scope technique. How many of you like this technique very much? Please respond. സാറേ കൊള്ളാട്ടോ, ആദ്യമായിട്ട് കേട്ടാലും ഈ സാധനങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്താൽ ഇപ്പോൾ തോന്നുന്നു സാർ ചിലതെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഈ ട്രാക്കിലേക്കൊക്കെ കൊണ്ടുവന്ന് നമ്മൾ അല്ലാതെ ആരാടാ നിനക്ക് മെത്തേഡ് പറഞ്ഞുതരാൻ പോകുന്നേ? ഒരാളും പറയില്ല. നമ്മൾ തന്നെ ലെവലാക്കി എടുക്കണം. ഇതിൽ ഈ പറഞ്ഞതിലുള്ള എല്ലാ അഭ്യാസവും നമ്മൾ എടുത്ത് തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോകണം. ക്ലിയർ? ചിലവർക്കൊക്കെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ദിസ് ഈസ് ഫസ്റ്റ് ടൈം ഇൻ ദെയർ ലൈഫ്. വേറൊരു പെർസ്പെക്റ്റീവ്, പഠനത്തിന് തന്നെ വേറൊരു പെർസ്പെക്റ്റീവിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലൊരു 10 ടെക്നിക്സ് ഒക്കെ നിങ്ങളെ ഞാൻ പഠിപ്പിക്കും. ഇത് കഴിയുമ്പോൾ ഈ സ്കൂൾ ലൈഫിൽ മാത്രമല്ല, ലൈഫിൽ നിങ്ങൾ എന്ത് പഠിക്കാൻ പോകുമ്പോഴും ലൈഫിൽ എന്ത് ഓർത്ത് വെക്കാനും നിങ്ങൾ ഈ മെമ്മറി ടെക്നിക്സ് അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. സേ യെസ് ഓർ നോ? ലൈഫിൽ എന്ത് പഠിക്കാനും ഈസി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഒബ്വിയസ്ലി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഈ സാധനം അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. സേ യെസ് ഓർ നോ? യെസ്. ഞാൻ ആ ലോക്കേ ടെക്നിക്ക് കൂടി പറഞ്ഞുതരാം. ഒരു പാറ്റേൺ ഫോം ചെയ്യാൻ, ഒരു ഓർഡർലി പാറ്റേൺ, ഒരു കണക്ഷൻ, ഒരു പാറ്റേൺ, ഒരു ഓർഡർ ഉണ്ടാക്കി ഓർത്ത് വയ്ക്കുന്നതാണ് മെത്തേഡ് ഓഫ് ലോക്കേ ടെക്നിക്. ഇതുകൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. എന്തെങ്കിലും റാൻഡമായിട്ട് നമുക്കൊരു സാധനങ്ങൾ എഴുതാം. സി ഷൂസ്, സി മിൽക്ക്, പോസ്റ്റ്മാൻ, ഡോങ്കി, ബ്ലൂ. ഇങ്ങനെ കുറേ സാധനങ്ങൾ പരസ്പര ബന്ധമില്ലാതെ കിടക്കുകയാണ്. ഇത് ചിലവർക്ക് ഈ ടെക്നിക്ക് അറിയാം. സെന ഈസ് ടെലിംഗ് ദാറ്റ് ഹീ നോ ദിസ്. ഓക്കെ, ഗുഡ് സെന. ഇത് പരസ്പര ബന്ധമില്ലാതെ കിടക്കുന്ന കുറച്ച് വേർഡ്സ്. ഇതിനെ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത്, അതാണ് ലോക്കായി. ഒരു പോയിന്റ് സഞ്ചരിച്ച വഴിയാണ് നമ്മൾ ലോക്കസ് എന്ന് പറയുക. ഓക്കെ, സ്റ്റോറി ഉണ്ടാക്കാൻ നമ്മൾ കണക്ട് ചെയ്യുക. കാരണം ഇത് ഓർത്ത് വെക്കാൻ കഷ്ടമാണ്. കണക്ട് ചെയ്യാം. എൻ്റെ ഷൂസിൽ വല്ലാത്തൊരു ഇറിറ്റേഷൻ എനിക്ക് തോന്നി. ഷൂസിൽ എന്തോ ഒരു ലിക്വിഡ് ഫീൽ വന്നു. ഞാൻ ഷൂസ് വലിച്ചെടുത്തപ്പോൾ ഷൂസിൽ നിന്ന് അങ്ങനെ ധാരധാരയായിട്ട് പാല് പുറത്ത് വരാൻ തുടങ്ങി, മിൽക്ക്. ഞാൻ ഷൂസ് അഴിച്ചതും ഷൂസിനകത്തുനിന്ന് കുറേ പാല് ഇങ്ങനെ തെറിച്ച് വരികയാണ്. ഈ തെറിച്ച് വന്ന പാൽ എൻ്റെ ഷൂസിൽ നിന്നും വന്ന
മിൽക്ക് പോസ്റ്റ്മാൻ, വീട്ടിലേക്ക് പോസ്റ്റ്മാൻ വന്നപ്പോൾ അയാളുടെ മുഖത്തും ദേഹത്തും അയാൾ കൊണ്ടുവന്ന ലെറ്ററിലും ഒക്കെ ആയി. അയാൾ വന്നത് ഒരു കഴുതയിലാണ്. ഞാൻ പേടിച്ച് അയാൾക്ക് ദേഷ്യം വന്നു, അയാൾ എന്നെ തല്ലാൻ വന്നു. അയാളെന്നെ തല്ലാൻ വന്നപ്പോൾ ഞാൻ ഓടി. അയാൾ എന്നെ ചേസ് ചെയ്തത് അയാളുടെ കഴുതയുടെ മേലെ കയറിയിട്ടാണ്. അയാളിൽ നിന്നും രക്ഷപ്പെടാൻ ഞാൻ ഓടി 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 എനിക്ക് ഭയങ്കരമായിട്ട് സിക്കായി. ഞാൻ മൊത്തത്തിൽ നീല കളറായി. സിക്കാവ് ബ്ലൂ കളർ ആവുക പറഞ്ഞാൽ നമ്മൾ എക്സോസ്റ്റഡ് ആയി. ഞാൻ മൊത്തത്തിൽ ബ്ലൂ കളറായി. ഇപ്പം ഈ ഒരു പോയിന്റ്, ഒരു ബന്ധവുമില്ലാത്ത ഈ 5 പോയിന്റ്സ് നമ്മളൊരു പോയിന്റ് വൈസ് കണക്ട് ചെയ്തു. ഹൗ ഈസ് ദിസ് ഒരിക്കലും നമ്മൾ മറക്കൂല. ഈ സാധനം ഞാൻ ബോർഡ് മായ്ച്ച് കളഞ്ഞാലും നിങ്ങൾ വീട്ടിൽ പോയി ഉറങ്ങുമ്പോൾ ഈ സ്റ്റോറി നിങ്ങളുടെ മനസ്സിൽ വരും. സേസ് ഓർ നോ? ഒട്ടും കണക്ഷൻ ഇല്ലാത്തൊരു ബ്ലണ്ടർ കണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ഷൂസും മിൽക്കും ഒരു ബന്ധവുമില്ല, പോസ്റ്റ്മാൻ ഒരു ബന്ധവുമില്ല, ഡോങ്കി ഒരു ബന്ധവുമില്ല, ബ്ലൂ ഒരു ബന്ധവുമില്ല, എന്തൊക്കെയോ ബന്ധമില്ലാത്ത കുറേ സാധനങ്ങൾ. പക്ഷെ ഞാനതിന് ബന്ധമുണ്ടാക്കി. നിങ്ങളെന്നെ ആലോചിക്കും. ഞാനിപ്പോൾ പേജ് മാറ്റാം, നിങ്ങൾ മനസ്സിലൊന്ന് കൊണ്ടുവരാൻ നോക്ക്. സിമ്പിളായിട്ട് വരും. നിങ്ങളത് പഠിച്ചു. 5 വാക്ക് നിങ്ങളുടെ ബ്രെയിനിൽ കയറി. ഇനി നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഷൂ, മിൽക്ക്, പോസ്റ്റ്മാൻ, ഡോങ്കി. ഞാൻ ഓടി ഓടി ക്ഷീണിച്ച് ബ്ലൂ ആയി. സേസ് ഓർ നോ? My dear students, let me tell you, this is the way how you need to address the audience. പലരും എന്നോട് HM പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് CBSE സ്റ്റുഡൻസ് നാളെ എക്സാം കഴിഞ്ഞപ്പോൾ 80 മാർക്കിൻ്റെ പേപ്പേഴ്സ് അവർക്ക് എഴുതി തീരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ എടുക്കുന്ന സെഷനുമായിട്ട് ഒരു ബന്ധവുമില്ല, എന്നാലും ഞാൻ പറയാം. ഈ ടൈം മാനേജ്മെൻറ്റിന് വേറൊരു സെഷൻ ഞാൻ എടുക്കും. എന്നാലും പറയുകയാണ്, ടൈം മാനേജ്മെൻറ്റിന് ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്ന്, നമ്മൾ ഈ ടിപ്സും ട്രിക്സൊക്കെ പഠിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഓർത്തെടുക്കാൻ ഡിലേ വരുത്തുമ്പോഴാണ് 80 മാർക്കിൻ്റെ പരീക്ഷ നമുക്ക് സമയത്തിന് എഴുതി തീർക്കാൻ പറ്റാത്തത്. ഈ ഓർത്തെടുക്കാൻ സാറുടെ മെമ്മറി ടെക്നിക്സ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറേ സമയം ലാഭം കിട്ടും. കുറേ സമയം ലാഭം കിട്ടുമ്പോൾ പരീക്ഷ വൈകില്ല. 1. 2, 80 മാർക്കിൻ്റെ പരീക്ഷകൾ ഒരുപാട് മോക്ക് ടെസ്റ്റ്, ഒരുപാട് റിഹേഴ്സൽ ടെസ്റ്റ് നമ്മൾ എടുത്തിട്ട് മാത്രമേ ക്ലാസ് റൂമിലേക്ക്, എക്സാം ഹാളിലേക്ക് പോകാവൂ. എക്സാം ഹാളിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ 80 മാർക്കാണെങ്കിലും 70 ആണെങ്കിലും 60 മാർക്കാണെങ്കിലും അതിൻ്റെ കുറേ സാമ്പിൾ പേപ്പേഴ്സ് സീരിയസ്നെസ്സോടുകൂടി നമ്മൾ തന്നെ വീട്ടിലൊരു സമയം അലോട്ട് ചെയ്ത്, അടുത്ത ആഴ്ച എക്സാം ആണെങ്കിൽ ഈ ആഴ്ച സൺഡേസ് സാറ്റർഡേസ് ലീവ് കിട്ടുന്ന ദിവസം ഒരു 3 മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ നിങ്ങൾ തന്നെ വീട്ടിൽ 10 മണി മുതൽ 1 മണി വരെ നിങ്ങൾ തന്നെ 3 മണിക്കൂർ അലോട്ട് ചെയ്ത് 2 3 എക്സാം വീട്ടിൽ നിന്ന് എഴുതിയിട്ട് മാത്രമേ നമ്മൾ എങ്ങോട്ട് പോകാൻ പാടുള്ളൂ? എക്സാം ഹാളിലേക്ക്. ഡിഡ് യു ഗെറ്റ് മീ? ജീവിതത്തിൽ ആദ്യമായിട്ട് എല്ലാം പഠിച്ചിട്ട് നമ്മളെ 80 മാർക്കിൻ്റെ പരീക്ഷ ക്ലാസ് റൂമിൽ പോയിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ്. സോ യു വിൽ ക്രംബിൾ, നോ ഡൗട്ട് അറ്റ് ഓൾ. ഇപ്പോൾ 2 മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇന്ന് ഏതൊക്കെ മെത്തേഡാണ് നമ്മൾ പഠിച്ചത് പറയാൻ പറ്റുമോ? 2 മെമ്മറി ടെക്നിക്സ് നമ്മളിന്ന് പഠിച്ചു. നമ്മുടെ ലേണിംഗ് സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെ ടെക്നിക്സാണ് നമ്മൾ പഠിച്ചത്? ക്യാൻ യു സേ? യെസ്, smashing scope, not smashing scope and loci. And how do you feel about this? ഇതൊക്കെ നമുക്ക് നന്നായിട്ട് മുതലാക്കണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് മിന്നിയിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് എല്ലാം തദൈവ. എന്തുമാത്രം പ്രിപ്പയർ ചെയ്ത് ഇനി നിങ്ങൾക്ക് ഏത് ടോപ്പിക് കിട്ടുമ്പോഴും നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റാക്കും. നിങ്ങളുടെ പെർസ്പെക്റ്റീവേ മാറ്റി. ഇന്ന് ഈ സെഷൻ മിസ്സാക്കിയവർ ആന മണ്ടത്തരമാണോ കാണിച്ചത്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത എല്ലാവരോടും പറയണം, എടാ അയാളുടെ കയ്യിൽ 7-8 മെത്തേഡ് ഉണ്ടായിരുന്നു മെമ്മറി ടെക്നിക്സ്, 2 എണ്ണം ഇന്നലെ പറഞ്ഞു തന്നു, ലേണിംഗ് എങ്ങനെ ഈസി ആക്കാമെന്ന് പറഞ്ഞു തന്നു. നിങ്ങൾ മിസ് ചെയ്തു കേട്ടോ, കഷ്ടമായിപ്പോയി. പറയുമോ ഫ്രണ്ട്സിനോട്? എന്നാലും അവർ അടുത്ത 2 സെഷനും കയറി വേറെ ലെവലിലേക്ക് പോകും. നിങ്ങൾ നൗ യു ആർ എക്സ്പേർട്സ്. ക്ലിയർ? യെസ്. ഇനി കുറേ പേർക്ക് എക്സാം ഉണ്ട്. നാളെ 5 AM ക്ലാസ് ഉണ്ട്. +2 സ്റ്റുഡൻസ് പ്ലീസ് നോട്ട്, ടുമോറോ വി ആർ ഗോയിങ് ടു റീസ്റ്റാർട്ട് അവർ 5 AM ക്ലാസ്. ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ഈ സെഷൻ്റെ കണ്ടിന്യൂഷൻ ഇനിയും ഉണ്ടാവും. ഗെറ്റ് റെഡി ഫോർ ദ നെക്സ്റ്റ് സെഷൻ. അടുത്ത സെഷൻ ഇനി എപ്പോൾ എന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കുക. ഇപ്പോൾ പഠിച്ചതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. ഗോ അഹെഡ്. ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.